നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഗാസയിൽ സമാധാനം പുലരുന്നു. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ധാരണയിലെത്തി. ബന്ദികളെ മോചിപ്പിക്കാനും ധാരണയായി. ശബരിമല വിഷയത്തിൽ ഇന്നും നിയമസഭ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതുപോലെ സമ്മേളനം വെട്ടിച്ചുരുക്കി ഇന്ന് പിരിയാനാണ് സാധ്യത. താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി ഇന്ന് അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. രണ്ടു വർഷത്തിന് ശേഷം ഗാസ സമാധാനത്തിലേക്ക്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഇസ്രായേൽ ഹമാസ് ധാരണ. ചർച്ച വിജയമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സേന പിന്മാറ്റവും ബന്ദികളുടെ മോചനവും ഉടൻ. സമാധാന കരാർ ഒപ്പിടുന്നതിന് സാക്ഷിയാകാൻ ട്രംപും ഈജിപ്തിലെത്തിയേക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടമായ സംഭവത്തിൽ നിയമസഭയിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ചോദ്യോത്തര വേള മുതൽ പ്രതിഷേധം തുടങ്ങും. മുഖ്യമന്ത്രിയുടെ ബോഡി ഷെയ്മിംഗ് പരാമർശവും ഉന്നയിക്കും. സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ സാധ്യത. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിയ സംഭവത്തിൽ KGMOയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന്. കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ OP ബഹിഷ്കരിക്കും. വെട്ടേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരം. പ്രതി സനൂപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നാളെ. വയനാട് ഉരുൾപൊട്ടൽ ധനസഹായവും ദേശീയപാത വികസനവും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ സിംഗപ്പൂർ. ഇന്ത്യക്ക് ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 5 മണിക്ക്.